ഹലോ. ഹലോ അല്ല, ഞാൻ ഡോക്ടർ TPS ആണ്. ഓക്കെ എൻ്റെ ഡോക്ടർ ടിപ്പൂസ്. എൻ്റെ പേര് ഹലോ എന്നല്ല. എന്നാലും ഫസ്റ്റ് ഹലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണല്ലോ അങ്ങനെ ആര് പൊതുവെ. പൊതുവെ തെറ്റ് പറയുമ്പോൾ ഞാനും തെറ്റ് ഇനി പറയണം? എന്നെ സോറി, ഇനി ഇനി വിളിക്കുമ്പോ അങ്ങനെ പറയാം. എൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിരിക്കണം. കൊറേ അതിലെവിടെയെങ്കിലും പ്രാവശ്യം ഹലോ ഹലോ കേട്ടിട്ടുണ്ട്. പറയാറുണ്ടോ ആരെങ്കിലും? ഡോക്ടർ TPS എന്ന് പറയണം. വിളിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഞാൻ ഡോക്ടർ TPS എന്ന് പറയും. അങ്ങനെ സ്വയം പറയാ വേണ്ടത്. ഓക്കെ. അതുപോലെ ഞാൻ മീറ്റ് ഐ ആം ഇൻ എ മീറ്റിംഗ് നൗ, ഐ ഷാൽ അപ്ഡേറ്റ് ആഫ്റ്റർ an hour, വി മീറ്റ് ബിറ്റ്വീൻ 3 to 4 എന്ന് പറഞ്ഞാൽ മീറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മീറ്റ് എന്നല്ല അർത്ഥം. പിന്നെ ഞാൻ ഈ മീറ്റ് ഉണ്ടാക്കി അയച്ചു കഴിഞ്ഞ് പിന്നെയാണോ ഈ കോള് വേണമെന്ന് പറയാം? ഈ മനുഷ്യന്മാരെ പണിയെടുപ്പിക്കുന്നതിന് ഒരു ലിമിറ്റ് വേണ്ടേ? എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളുടെയും ഒരു കുഴപ്പമായത്. ഈ ഇപ്പം വന്നിട്ടുള്ളൊരു മെസ്സേജ് നേരെ വന്നിട്ടുള്ളത് കീമിൽ ഫിസാറ്റ് ചേരണോ മുത്തുറ്റ് ചേരണോ, ഇത് ആരാണോ എവിടെ നിന്നാണോന്നില്ല. അങ്ങോട്ട് തിരിച്ച് മറുപടി അയച്ച് എന്തിനാ ചേരുന്നത്, ഏതാ കോഴ്സ്, കുറേ ഡീറ്റെയിൽസ് അങ്ങോട്ട് ചോദിക്കുമ്പോഴും പകുതി ഇൻഫർമേഷനേ തരുള്ളൂ. അപ്പോൾ അങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് ഒന്നും വായിക്കാറില്ല. അതാണ് ഈ കുട്ടികളുടെ കുഴപ്പമെന്ന് എനിക്ക് തോന്നി. ഈ ജനറേഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വോയിസ് കോളാ ചെയ്തില്ല. അപ്പൊ മീറ്റിന് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാനും ഇത് കോളാവുമെന്ന് വിചാരിച്ചു. അതാണ് സോറി. ഓക്കെ, നോ പ്രോബ്ലം, പറയൂ. ഞാനിപ്പോ എനിക്ക് ഡ്രീം DRക്കില് കേരള റാങ്ക് 132 കിട്ടിയത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാല് കോളേജ് പ്രിഫറൻസ് ഒക്കെ കൊടുക്കാനുണ്ടാവും ലിസ്റ്റ്. അപ്പൊ അത് എങ്ങനെ എന്റെ ഓർഡറിലാ കൊടുക്കുക? ഫസ്റ്റ് ഓപ്ഷൻ CET കൊടുക്കാന്ന് വിചാരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ TKM ആണോ GEC ആണോ എന്ന് കൺഫ്യൂഷൻ. പിന്നെ ഡിസ്റ്റൻസും പ്രശ്നമാണ്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നല്ല ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് നോക്കുമ്പോ തൃശ്ശൂരാണ് നല്ലതെന്ന് തോന്നും. പക്ഷെ കോളേജിന്റെ ഇത് നോക്കുമ്പോ അപ്പൊ ഒരു കൺഫ്യൂഷനാണ്. ഗവൺമെന്റിലല്ല, ഗവൺമെന്റ് കിട്ടും. 4 ഗവൺമെന്റ് കോളേജിന് ആർക്കിടെക്ചറിനാണ്, BRക്കിനല്ലേ? അതെ. അപ്പം എല്ലാവരെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആണല്ലേ? ഇന്നത്തെ കാലത്ത് നിങ്ങൾ എന്ത് പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്നാണ് നോക്കാം. മനസ്സിലായോ? നിങ്ങൾ എത്ര നല്ല സ്ഥലത്ത് നിന്ന് പഠിച്ചാലും ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഏത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതിന് ആദ്യം അറിയേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, അല്ലാണ്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ആദ്യം ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എന്തെഴുതണം, എങ്ങനെ, അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ പകുതി രക്ഷപ്പെട്ടു. പക്ഷെ അതൊക്കെ മിക്കവാറും കോളേജിലെത്തുമ്പോൾ ഇല്ലാണ്ടാവും. +2 വരെയൊക്കെ നല്ല അസലായിട്ടുള്ള പിള്ളേർ ഏറ്റവും നല്ലതെന്ന് പറയുന്ന പല കോളേജിലും പോയിട്ട് ഒന്നുമില്ലാണ്ടായി മാറിയിട്ടുണ്ട്. കാരണം കോളേജിൻ്റെ ഭംഗിയോ കോളേജിൻ്റെ ട്രാക്ക് റെക്കോർഡോ ഒന്നും ഇപ്പോൾ ബാധകമല്ല. കാരണം നല്ല ഗ്രൂപ്പല്ല, കുട്ടികൾ മോശമായിരിക്കും. അപ്പം അതുകൊണ്ട് നല്ല എഫേർട്ടിനേക്കാളും നല്ല ഗ്രൂപ്പ് ഉണ്ടാക്കണം, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. അതിപ്പം എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പേ എന്നെ കോണ്ടാക്ട് ചെയ്ത ഒരാളാണ്. എൻ്റെ ഇഷ്ടംപോലെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് ഒക്കെ ശിക്ഷാജ്ഞാനം മെൻറ്ററിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു താല്പര്യമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അതിനുത്തരം പറയുന്ന ഒരു മിഷൻ പോലെ, അത്രയ്ക്കല്ലല്ലോ നമ്മളെ കാണുള്ളൂ. അതിനും തന്നെ ഉത്തരം പറയുന്നത്. അപ്പം ഈ പറയുന്നതൊന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. എൻ്റെ വീഡിയോകളിൽ പല കുട്ടികളും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് മാറ്റുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത്, കുറേ ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവുമല്ലോ. അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. കോളേജിൽ ചേരാൻ പോകുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അത് പഠിപ്പിക്കുന്ന ക്യാമ്പുകളായിരുന്നു അതൊക്കെ. അതൊന്നും താല്പര്യമില്ല. എക്സാം അല്ല, എക്സാം കഴിഞ്ഞിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ അറ്റൻഡ് ചെയ്തതാണ്.
ഓക്കെ. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓരോ സമയത്തും പറ്റുന്ന കാര്യങ്ങളിലൊക്കെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. കോളേജിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് നന്നാവുമെങ്കിൽ നല്ല കോളേജിൽ തപ്പിപ്പോവാം. എനിക്കറിയില്ല ഈ ഒരു കോളേജിലെയും ഫാക്കൽറ്റീനെയോ ഒരു കോളേജിലെയും കോഴ്സുകളുടെ കണ്ടൻറ്റോ. ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാളും കൂടുതൽ അവിടെ വരാൻ പോകുന്ന കുട്ടികളാണ്. അവരാരൊന്നും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഇന്ന കോളേജാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ സൗകര്യം പോലെ പോവാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം തോന്നുന്നത്. ഇതെവിടെ പഠിച്ചാലും ചിലപ്പോൾ ഒന്നും എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കോളേജിൻ്റെയും സ്റ്റാറ്റസോ അത് പറഞ്ഞില്ലേ, അവിടെ ഫീസ് കൂടുതൽ കൊടുക്കണോ കുറച്ച് കൊടുക്കണോ, അവിടുത്തെ മാഷന്മാർ നല്ലതാണോ, ഒന്നും അറിയില്ല എനിക്ക്. ഗവൺമെൻറ് കോളേജുകളിൽ എപ്പോൾ വേണമെങ്കിലും മാഷന്മാരെ ട്രാൻസ്ഫർ ചെയ്യാം. ഗവൺമെൻറ് തീരുമാനിക്കുക അപ്പോയിൻ്റ് ചെയ്യണോ വേണ്ടിയോ. ചിലപ്പോൾ കോൺട്രാക്ട് ബേസിൽ ആരെങ്കിലും ഉണ്ടാവുക. പ്രൈവറ്റ് കോളേജിൽ ചിലപ്പം മിനിമെങ്കിലും നല്ല പൈസ കൊടുക്കുമെന്ന് തോന്നിയാൽ ആ കോളേജിൽ കുറച്ചാൾ ചേരും. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്നൊക്കെ കരുതുന്ന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഫാക്കൽറ്റികൾ മഹാമോശമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ടുള്ള എബിലിറ്റി. ആ എബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ എപ്പോഴാ ലാസ്റ്റ് എക്സാം കഴിഞ്ഞത്? എപ്പോഴാ എൻട്രൻസ് എക്സാം ഒക്കെ? എൻട്രൻസിന്റെ ലാസ്റ്റ് ജൂൺ ലാസ്റ്റ് വീക്ക്, ഫസ്റ്റ് വീക്ക്. എന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നത് ജൂൺ 21 മുതൽ 28 വരെയാണ്. അയ്യോ, ആ ക്യാമ്പിന്റെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ സാറിന് ലാസ്റ്റ് അല്ല, ഞാൻ എൻ്റെ എല്ലാ ക്യാമ്പുകളും എല്ലാ ഡീറ്റെയിൽസും എൻ്റെ സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. 2, ഞാൻ എൻ്റെ നമ്പർ സ്റ്റോർ ചെയ്ത് എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിട്ട് പോവാറുണ്ട്. ആലപ്പുഴയിൽ ഗ്രാജുവേഷന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പായിരുന്നു അത്. ഈ ജൂൺ എൻഡ് ജൂലൈ മാസത്തിൽ ജൂലൈ 2 മുതൽ 4 വരെ ആയിരുന്നു. അതിലൊക്കെ കുറേ കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എൻ്റെ യൂട്യൂബിൽ. അപ്പോൾ കുട്ടികളോട് പറയാനുള്ളതും എവിടെ ചേരണം എന്ത് ചേരണം എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഏതെങ്കിലും മാത്തമാറ്റിക്സ് ഡോക്ടർ TPS അല്ലെങ്കിൽ BArc ഡോക്ടർ TPS കണ്ടുവാ. ഞാൻ ചോദിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുണ്ടോയെന്നറിയാം. ഇപ്പം എൻ്റെ കാണാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത് ഞാൻ. ഇപ്പം എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാനുള്ള കഴിവുണ്ടെങ്കിൽ നാളെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഞാൻ BArcനെ പറ്റി കുറെ സെർച്ച് ചെയ്തതിനും അങ്ങനെ കണ്ടിട്ടില്ല. ഡോക്ടറിന്റെ വീഡിയോ കണ്ടില്ല. അല്ല, എന്റെ കാണണമെന്നില്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ BArc ഡോക്ടർ TPS നടിച്ചാല് ഇപ്പൊ ഞാനിപ്പോ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ എങ്ങനെ സെർച്ച് ചെയ്യും എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണും. അത് സ്വന്തം ആ എബിലിറ്റി ഉണ്ടായാലാണ് നമ്മൾ എവിടെ പഠിച്ചാലും ബാധകമല്ലാണ്ടാവുക. കാരണം മാഷന്മാർ പറയുന്നത് മാത്രം കേട്ട് ചെയ്യുന്നത് മാത്രം ചെയ്താൽ നടക്കില്ല. ഇപ്പം നാറ്റ, കീം, BArc എത്ര ഉണ്ടെന്നറിയാം, കുറേ ഉണ്ട്. ഇപ്പല്ല, എത്ര കാലം മുമ്പ്, വളരെ കാലം മുമ്പുള്ളതും ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് വീഡിയോസ്. ഡോക്ടർ TPSന്റെ സ്റ്റുഡൻസ്, സാധാരണ ഡോക്ടർ TPSനോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളത്, എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ടൈപ്പ് ചെയ്യുക, ഡോക്ടർ TPS നടിക്കുക, യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അത് എന്ത് പഠിക്കണം എന്നായിരിക്കും. ഇന്ന കോളേജ് ചേരണമെന്ന് ഞാൻ എപ്പോഴും പറയില്ല. കാരണം ഇന്ന കോളേജ് ചേരുമെന്ന് പറയാൻ എനിക്ക് അങ്ങനെ യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കോളേജിന്റെ ഗുണത്തെക്കുറിച്ചോ നന്മയോ മോശമോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, വീഡിയോ കണ്ടേ. ശരി.